അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാളം തൃശ്ശൂർക്ക് പോകുമ്പോൾ ഒരു കിട്ടിലൊരു വഴിയുണ്ട്. സ്ഥലത്തിൻ്റെ പേര് കേച്ചേരിക്ക് കയറുന്നതിന് മുന്നേ ചെമ്പൻതൊട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിരാൻമല തുരങ്കവും അത് കഴിഞ്ഞിട്ട് കുതിരാൻമല തുരങ്കം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു അവിടെ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അത് പോകാനായിട്ട് നമ്മൾ ഇറങ്ങിയത്. അതായത് പഴയ പാലക്കാട് തൃശ്ശൂർ ഹൈവേ അത് കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്. സോ നമ്മളിപ്പം ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ ഇൻട്രോ എടുക്കാതെ വിചാരിച്ചു. ഇതേ നോക്കൂ, കിട്ടിയിലം എന്ന് പറയുക ഫുള്ള് കിട്ടിലും പാടമാണ് ഈ ഒരു ലൊക്കേഷനിൽ. ഇവിടുത്തെ മെയിൻ ഒരു ആംബിയൻസ് തന്നെയാണ് ഈ ഒരു പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ലേ, ഞാനിപ്പം മലപ്പുറം തൃശ്ശൂർ റോട്ട് പോയാലും നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് പാടത്തിൻ്റെ നടുവ്, ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ഈ റൂട്ട് പോകുന്ന ആൾക്കാർ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് കണ്ടേച്ച് പോകുക. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങാണ് സുഹൃത്തുക്കളെ. എന്താവുമെന്ന് അറിയത്തില്ല, എങ്ങോട്ടേക്കൊക്കെ പോകുമെന്നും അറിയത്തില്ല. നമ്മളെന്തായാലും തുടങ്ങുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബാക്കി നമുക്ക് പോകുന്നവരായിട്ട് കാണാം. ഓക്കെ. ഈ ഒരു ബോർഡ് കണ്ടില്ലേ, ഈ ബോർഡിൻ്റെ അവിടെ, അതായത് ആ തുരങ്കം ഇങ്ങോട്ട് കയറി വരുന്ന പാടെ, ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ തുരങ്കം കയറി വരുന്ന പാടെ നമുക്ക് ഇങ്ങനൊരു ബോർഡ് കാണാം. ഈ അമ്പലത്തിൽ കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ എന്ന് പറയും. ആ വഴിയിൽ വരുന്നത് ആ കിടക്കുന്ന റോഡുണ്ട്. അങ്ങനെ നേരെ താഴേക്ക് എടുക്കുക. ഇതുപോലൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ നേരെയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി. ഓക്കെ. അപ്പം നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ചുറ്റിയിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. ഒരു ബോർഡ് കൊണ്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബോർഡ് കൊണ്ടുണ്ട്. ഈ രണ്ട് ബോർഡുകൾ മിസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഈ വരിയാണ് നമുക്ക് പോകേണ്ടത്. നേരെ ഇങ്ങോട്ട് കയറി ഈ ഒരു വരി നേരെ കയറി ഇങ്ങനെ ഇറങ്ങി വരും. ഇതുപോലൊരു പൊട്ടി പൊളിഞ്ഞ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. അങ്ങോട്ടേക്കുള്ള വരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴികളാണ്. കിട്ടിലും റൂട്ട് എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു തണുപ്പൊക്കെ നമുക്കിപ്പം ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര രസമാണ് വഴികൾ. കണ്ടില്ലേ, കുരങ്ങന്മാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പോകുന്ന റൂട്ടിൽ ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ് ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളാ കണ്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുതിരാമല ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണല്ലോ കിട്ടിയ ലൊക്കേഷനാണ് ഗൈസ്. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരേണ്ട ഈ ഒരു വരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇച്ചിരി ഉള്ളുവെങ്കിലും ഭയങ്കര രസമാണ് ഈ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ ടൈം വണ്ടിമേ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുരങ്ങന്മാർ വന്നിട്ട് മൊത്തം ചാമ്പിക്കൊണ്ട് പോകും. അതാണ് ഇവിടെ. ഇത് വനമാണ് ഇത് സത്യത്തിൽ. ഇതേ കണ്ടില്ലേ, ഇത് ലാസ്റ്റ് ടൈം അവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചപ്പം ടാസ്ക് ആയിരുന്നു. എന്തായാലും നമുക്ക് ഈ വരിയുടെ എൻഡിങ് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വരിയുടെ എൻഡിങ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ വരി തീരെയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതൊരു 2 years ബാക്ക് എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ പെട്ടിരിക്കുകയാണ്.
അന്ന് വന്നപ്പോൾ ഇത് കണക്ക് അടച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അതേ ഫുള്ള് ഇവിടെ ക്ലോസ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. കയറി പോകാൻ പറ്റില്ല, അത് തന്നെ സംഭവം. ഇവിടെ എഴുതി ചെയ്യുന്നുണ്ടല്ലേ 25,000 രൂപ പേരെയും പിന്നെ അതുപോലെ തന്നെ 5 വർഷം ജയിലിലും കിടക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ടാസ്കിൽ പെട്ട് കിടക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിലും നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ളി ക്ലോസ് ആക്കും. ഇപ്പം ദേ ഇങ്ങനെ ആക്കിയെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഫുള്ളി തീരുകയാണ്. പിന്നെ അങ്ങോട്ട് മൺപാതയാണ് ഫുള്ള്. അപ്പോൾ മൺപാത എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണുള്ള ആ റോഡാണ് പണ്ട്. പക്ഷേ ഈ റോഡ് ഫുള്ള് നമുക്കിതായിരുന്നു നമ്മുടെ മെയിൻ റോഡായിട്ട് കിടന്നിരുന്നത്. പണ്ട് പാലക്കാട് തൃശ്ശൂർ റോഡ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു മെയിൻ റോഡ്. പിന്നെയാണ് കുതിരാൻ മല വന്നതും. ഏകദേശം ഒരു മണിക്കൂറോളം ലാഭം ഉണ്ടാക്കിയിട്ടാണ് ഈ റോഡിനെ അവരിതാക്കിയേക്കുന്നത്. നമ്മളത് വണ്ടിയൊക്കെ ഇവിടെ വെച്ചു 1-2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാം. ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ ഫുൾ ഇലക്ട്രിക് ഫെൻസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടിൻ്റെ എൻട്രൻസ് ആണ്. അപ്പം നമുക്ക് അതാണ് സംഭവം. അപ്പോൾ കുറച്ചും കൂടെ പോകാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു വരി ഫുള്ള് തീർന്നിട്ട് ചെറിയൊരു റോഡായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. അതൊക്കെ ഇവിടുത്തെ കാട്ടിലുള്ള ആൾക്കാർ നടന്നു പോകുന്ന വരിയും വരുന്ന വരിയൊക്കെയാണ്. അതാണ് സംഭവം. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, അതായത് ഫുള്ള് താഴേക്ക് ഇങ്ങനെ ഒരു താഴ്വാരം പോലെ കാട് ഫുള്ളായിട്ട്. അതായത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് കാടാണ് വരിക. പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ് ഈ ഒരു പ്രദേശം. ഈ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണ് ഈ പ്രദേശം മൊത്തം വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വരികയാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളിപ്പം നിയമം ലംഘിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് കയറുന്ന മോശമല്ലേ, തെറ്റല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ആ അമ്പലത്തിലൊന്ന് കയറിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ഥലം കൂടെ ഉണ്ടോ എന്ന് നമുക്ക് ഇവിടെയായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ നേരെ പൊള്ളാച്ചി പോയി ഒരു ചായം കുടിച്ചിട്ട് വരാം. അങ്ങനെ അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടില്ലേ ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ടിട്ട് വെള്ളവടി സിഗരറ്റ് വലിയൊക്കെ നടക്കുന്നൊരു സ്പോട്ടാണ് മെയിനായിട്ട്. നമുക്കിവിടെ ഈ പറഞ്ഞ കണക്ക് ബിയർ കുപ്പിയുടെ അടപ്പൊക്കെ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് അമ്പലത്തിൽ നമുക്ക് നോക്കാൻ കയറാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ അമ്പലം ഒന്ന് കണ്ടിട്ടേ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ. നമ്മൾ അമ്പലത്തിനോടെ കൊണ്ട് വണ്ടിയൊക്കെ വെച്ചു. പഴയ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു അമ്പലമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കാടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ അമ്പലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കണ്ടില്ലേ കുരങ്ങന്മാർ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഫുള്ള് കാടിൻ്റെ ഒരു സൈഡായതുകൊണ്ട് തന്നെ ഫുൾ നമുക്ക് കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫോർ ഓൺലൈൻ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം ഫുള്ള് അരിക്കൊക്കെ പിടിച്ച് നശിച്ച് വരികയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമുക്ക് റോഡിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വന്ന് അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നമുക്ക് കുറേ ഈ പറയുന്ന ശില്പങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ശിവൻ്റെയും പാർവതിയുടെയും ഒക്കെ. ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു പോസ്റ്ററിൻ്റെ നല്ലോണമുള്ള ഒരു ചിത്രം കാണാൻ പറ്റും. അപ്പോൾ ബുക്ക് ചെയ്യാൻ പൂജ ബുക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ പറയുന്ന ആപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്യാം പൂജ നമുക്ക്. അതും അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയോ. എൻട്രൻസിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലൊരു വഴിയും കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു കല്ലൊക്കെ ഇട്ടൊരു വഴിയുണ്ട് തിരിച്ച് കയറിപ്പോകാൻ ഇറങ്ങി വരാനൊക്കെ ആയിട്ട്. പഴയൊരു വഴിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും ഈ ഒരു വഴിയാണ് നിൽക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരിക്കും ആദ്യത്തെ വഴി ഉണ്ടായിരുന്നത്. ഞാൻ പറയാൻ തെറ്റുണ്ടെങ്കിൽ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ എപ്പോൾ പണിയാൻ എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചതാണ് അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ അത് തെറ്റുണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. അമ്പലവും കണ്ടു. ആ ഒരു വഴി അവിടെ വെച്ച് നമുക്ക് പിന്നെ അവിടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ നമ്മൾ തിരിച്ച് ബൈക്കിൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് അടുത്ത് എന്തെങ്കിലും വഴിയുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയണൊക്കെ ഉള്ളത് പൊള്ളാച്ചിലോ കോയമ്പത്തൂരോ പോകാൻ ചാടിച്ചിട്ടില്ല. അതാണ് പരിപാടി. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ നമ്മുടെ ആൽബിനാണ്
അപ്പം ഞാനും അവരും കൂടെ പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചിയിൽ കോയമ്പത്തൂർ ഒരു ചായ കുടിച്ചിട്ട് വരാനുള്ള സ്കീമിൽ ഇറങ്ങിയതാണ്. ഒറ്റ മൈൻഡ് വെറുതെ ചില്ലറ കഴപ്പൊന്നുമല്ല, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിത് പോവാണ്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ കാടിന് തുടക്കം മാത്രമായത് തന്നെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇതാണ് ആ ഒരു വഴി, കാടുകളെ കൊണ്ട് പോകുന്ന രാത്രി ശരിക്കും കാട്. ഓക്കെ, നമ്മൾ പോവാണ് സുഹൃത്തുക്കളെ. നേരെ കോയമ്പത്തൂർ പോയിട്ട് ഒരു ചായയും കുടിച്ചിട്ട് വരാം. എന്തായാലേ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഭ്രാന്ത്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ് ഇവിടെയൊക്കെ, ഒരു രക്ഷയുടെ തണുപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 5:40 ഇപ്പോൾ തന്നെ നല്ല തണുപ്പായി. അപ്പോൾ ഒരു രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൂന്നാറിൻ്റെയൊക്കെ നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടുള്ളൂ. ആ ഒരു തണുപ്പാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്. എന്തായാലും നമ്മളങ്ങനെ ആ ഒരു തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു. അതായത് നമ്മൾ പാലക്കാട് കുതിരാൻ നമ്മളെത്തിയേ ഉണ്ടല്ലേ, നാഷണൽ ഹൈവേ ഇതാണ് കുതിരാൻ. നമ്മളിനിയിപ്പോൾ തിരിച്ച് നമുക്ക് കോയമ്പത്തൂർ എത്തണം. കോയമ്പത്തൂരിൽ നിന്ന് നേരെ ചായ കുടിക്കുന്നത് തിരിച്ചിട്ടുണ്ട്. ആരുടെടാ വാടാ പോവാടാ. അപ്പം ശരി, ബാക്കി നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം അങ്ങനെ പോകുന്ന വെച്ചത് കട്ടനടിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതേ കണ്ടില്ലേ, നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. ഈ എപ്പോൾ കോയമ്പത്തൂർ തിരിച്ചിടാനാന്ന് തോന്നുന്നു. 1,00,000 രൂപയുടെ റീലും കണ്ടിട്ട് ഇവിടെ ഇരുന്ന് അക്കൗണ്ട് എത്ര രൂപ ബാലൻസ്? 100 രൂപ 200 രൂപ അത് കണ്ടിട്ട് അന്തം വിട്ടിരിക്കുക. പറയും അപ്പത്തന്നെ 1,00,000 ഇടിപ്പിച്ച അതാണ് വെറുതെ അതെ. ഇവന് എല്ലാവരും മുന്നിൽ ഒറ്റ വീണ്ടും പറയും. പക്ഷെ ഇവര് ഒറ്റ വീണ്ടും നിന്നെ ഒറ്റ വീണ്ടുണ്ടോ നീ പോറടാ. ഡേയ് പറയും, നിന്നെ ആരും ഒറ്റ വീണ്ടുണ്ടോ? നിനക്ക് ഇപ്പം തന്നെ ഒറ്റ വീണ്ടാ. എത്ര വട്ടം നീ കൊണ്ടി ആക്കിയടാ ഇപ്പം തന്നെ? പറടാ ഡേയ്, പറടാ. പറയത്തില്ലവൻ. ഞാനാണ് എല്ലായിടത്തും വിളിച്ചോണ്ട് പോകുന്നത്. എന്നിട്ട് അതായത് ഞാൻ ഇങ്ങനെ വിളിച്ച് ഭ്രാന്താക്കും. എന്നിട്ട് ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഒറ്റ മൈൻഡ് മാത്രം ഒറ്റ മൈൻഡ്, ഞാൻ ഒറ്റ മൈൻഡല്ല. അത് അതുകൊണ്ട് എല്ലാവരും അറിയണം, ഞാനാണ് ഒറ്റ മൈൻഡാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ തിരിച്ചെത്തി. ഇനിയിപ്പം ഡേയ് സൗണ്ട് പറയണേ. അപ്പം നമ്മൾ തിരിച്ച് റൂമെത്തി. ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശരി, ബൈ ബൈ, സൈനിങ് ഓഫ്.